എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് ഒരു മെഷീൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകണം കേട്ടോ. ഇത്രയും ദിവസം ഞാൻ ചെറിയ ചെറിയ സ്റ്റിച്ചിങ്ങും പിന്നെ ഹെമ്മിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കാണിച്ചു തന്നാൽ. അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് തയ്ക്കണം എന്നുണ്ടെങ്കിൽ മെഷീനിലിരുന്നാലും മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മെഷീനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ സാധാരണ മെഷീനാണെങ്കിലും ഈ മെഷീനിൽ നൂലിടണ പോലെ തന്നെ അതിലും നമുക്ക് നൂലിടാൻ പറ്റും. അപ്പം നമുക്കിതൊന്ന് ഓൺ ചെയ്യാം ഈ മെഷീൻ എങ്ങനെയാണെന്ന്. മെഷീൻ അപ്പം നമുക്ക് ഓൺ ചെയ്യാം. മെഷീൻ ഓൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ പെട്ടെന്ന് മെഷീൻ ഒന്ന് റണ്ണിങ് ആവും. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഓഫായില്ലേ. ഇനി മെഷീൻ ഞാൻ ഇവിടെ ഒരു ബട്ടണും കൂടി ഉണ്ട് കേട്ടോ, ഇതിൻ്റെ പുറകിലായിട്ട്. ആ ബട്ടൺ ഒന്ന് നമുക്ക് ഓൺ ആക്കാം. ഓൺ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് മെഷീൻ ഒന്ന് ഇങ്ങനെ റണ്ണിങ് ആകും. അത് ജാക്കിലും ജാക്ക് A2-ലും ജാക്ക് A4-ലും പിന്നെ ചില മെഷീനിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലതിലൊന്നുമില്ല, ജുക്കിയിലില്ല. അപ്പം ഈ A2Bയിലാണ് ഉള്ളത്. അപ്പം ഇത് നമുക്ക് സാധാരണ മെഷീൻ ഉപയോഗിക്കണ പോലെയും പിന്നെ സാധാരണ മെഷീനിലെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് ഒന്നും കൂടി പതിയൂല. ഈ മെഷീനിലെന്ന് വെച്ചാൽ നല്ല ടൈറ്റായിരിക്കും. തയ്ക്കുന്ന സമയത്ത് മെഷീൻ നല്ല ടൈറ്റായിരിക്കുള്ളൂ. പിന്നെ നൂലുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂല് ഇതിലിട്ട് കഴിഞ്ഞാൽ, അത് സാധാരണ മെഷീനിലാണെങ്കിലും ഒരു നൂലിട്ട് കഴിഞ്ഞാൽ ഈ നൂലിൽ നമ്മൾ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂല് വലിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സാധാരണ മെഷീനിലും ഇതേപോലെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട, ഇതിന് 2 ടെൻഷൻ ഉണ്ട്. അതാണ് സ്റ്റിച്ച് ലൂസായി പോകുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യണം. ഒരു കാരണവശാലും കറക്റ്റ് ആണെങ്കിൽ ഇതിൽ തൊട്ട് കളിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഫുഡ് പ്രഷറൊക്കെ പല രീതിയിലും മാറ്റി ഉപയോഗിക്കാം. ഇതൊരു സാധാരണ മെഷീനിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഫുഡ് പ്രഷർ ഉണ്ട്. ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ലെഫ്റ്റ് റൈറ്റും ഫുഡ് പ്രഷർ. ഇത് 1 സൈഡുള്ളൂ. ഒരു 1 സൈഡ് ഞാൻ കടയിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നുണ്ട്, കാരണം ചിലതിന് ഇത് സ്യൂട്ട് ആവില്ല. അപ്പം ഒരെണ്ണം മതിയാവും നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 എണ്ണം മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം സാധാരണ മെഷീനിൽ അത് ഉപയോഗിക്കാൻ പറ്റൂല, പക്ഷെ എല്ലാതെയും സാധാരണ മെഷീനിൽ തയ്ക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് സ്പീഡ് കൂട്ടുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, സ്പീഡ് ഇങ്ങനെ നമുക്ക് എത്രയും സ്പീഡ് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് സ്പീഡ് കൂട്ടാം. ഇതിൽ 5000 വരെ വന്ന് നിൽക്കും, പിന്നെ 200 വരും. 200 എന്ന് പറയുമ്പോൾ വളരെ സ്ലോയിലേ തയ്യൽ ഉണ്ടാവുള്ളൂ. ഇത് കണ്ട, ഇതേപോലെ വളരെ സ്ലോയിലേ തയ്യൽ ഉണ്ടാവുള്ളൂ. 5000 എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പീഡിൽ തയ്യൽ വരും. നോക്കിക്കേ, ഇത്രയും സ്പീഡിൽ മെഷീൻ സ്പീഡായിരിക്കും. പിന്നെ ഇത് നമുക്ക് കട്ട് ചെയ്യണതാണ്. കട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കത്രിക ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഓട്ടോമാറ്റിക്കലി തന്നെ അത് നൂല് കട്ടായി വരും. സാധാരണ മെഷീനിൽ നമുക്ക് അത് ഉണ്ടാവില്ലല്ലോ, പക്ഷേ ഈ മെഷീനിൽ അങ്ങനത്തെ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അതേപോലെ സൂചി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നതാണ് ഇത്. നമുക്ക് ചില സ്ഥലത്ത് എത്തുമ്പോൾ ഇത് കണ്ട, നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ കണ്ട, ഇതിപ്പോൾ സൂചി താഴ്ന്നാണ് നിൽക്കുന്നത്. അപ്പോൾ സൂചി നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ പൊങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭം വരും. ഇതിപ്പോൾ താഴ്ന്ന് നിൽക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് കഴുത്തൊക്കെ അടിക്കുന്ന സമയത്ത് സൂചി താഴ്ന്ന് തന്നെ നിൽക്കണം. അപ്പോൾ ഓരോ മൂലഭാഗം കുത്തി നിർത്തി വേണമല്ലോ അടിക്കാൻ. പക്ഷേ ഇത് കണ്ട, ഇത് നമ്മൾ നെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സൂചി അപ്പായിട്ട് വന്ന് നിൽക്കും. ശ്രദ്ധിച്ചോട്ടെ നമ്മൾ തയ്ക്കുമ്പോൾ കണ്ട, ഇതിപ്പോൾ മുകൾ ഭാഗത്തേക്കാണ്. എങ്ങനെ തയ്ച്ചാലും മുകളിലേക്ക് തന്നെ വന്ന് നിൽക്കും. നേരത്തെ നമ്മൾ ഡൗൺ ചെയ്തിട്ട് കണ്ട, അപ്പോൾ ഇത് താഴത്തേക്കായി. അപ്പോൾ നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഇത് കണ്ടോട്ടാ, സൂചി താഴത്ത് തന്നെ നിൽക്കണം. ശ്രദ്ധിച്ച പല ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഇതിന്. പിന്നെ ഇത് നമ്മൾ റീസെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതെന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ട് റീസെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് സ്പീഡ് കൂട്ടണതോ സ്പീഡ് കുറക്കണത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ല ഉപയോഗമുള്ളൊരു മെഷീൻ തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ നൂലിട്ടിട്ട് ഇതിലേക്ക് നമ്മൾ കോർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതിൽ ബോബിൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് 2 തയ്യലും തയ്ച്ചെടുക്കാം. അതായത് നമുക്കിപ്പോൾ ഇത് നമ്മൾ ആവശ്യമുള്ളത് ചുറ്റിയെടുത്തിട്ട് അടുത്തത് ഏത് കളറാണോ അപ്പം നമുക്ക് അടുത്തത് ചുറ്റാനൊക്കെ വളരെ എളുപ്പമുള്ള സംഭവമാണ്. അതേപോലെ ഇത് കണ്ട്, ഇത് നമ്മൾ ഓയിൽ എല്ലാ ഭാഗത്തും ചെല്ലാനുണ്ടെന്നുള്ളൊരു ഇതാണ് കാണിക്കുന്നത്.
പിന്നെ കംപ്ലീറ്റ്ലി ഇത് ഓയിലിൽ തന്നെയാണ് കേട്ടോ കിടക്കണത്. അത് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. അപ്പം ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇത് നോക്കി, ഈ ചെറിയ സ്റ്റാൻഡ് ഉണ്ടല്ലോ, നമ്മളിത് ഇതേപോലെ ഇങ്ങനെ തള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, പതുക്കെ പിടിച്ചിട്ട് വേണോട്ടോ തള്ളാൻ. നല്ല വെയിറ്റ് ഉണ്ടാവും. നോക്ക്, ഇത് ഓൾറെഡി മെഷീൻ ഓയിലിൽ കിടക്കണേണ് കേട്ടോ. എണ്ണയിൽ നല്ലോണം കുളിച്ച് കിടക്കണേണ്. എണ്ണ അപ്പം ചേഞ്ച് ചെയ്യാനൊന്നും ആയിട്ടില്ല, കുറച്ചും കൂടി കളറ് മാറാനുണ്ട്. എന്നാലേ 6 മാസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യണമെന്നാണ്. ഇതിപ്പോൾ 6 മാസം ആയിട്ടില്ല ഒഴിച്ചിട്ട്. അപ്പം നമുക്ക് എല്ലായിടത്തേക്കും മെഷീന് ഓയിൽ പാസ് ചെയ്ത് കൊടുക്കും ഓൾറെഡി. ഇത് കണ്ട, ഈ ചരടൊക്കെ കണ്ട, ഇതൊക്കെ ഓയിലിൽ മുട്ടിക്കിടക്കണ ചരടാണ്. അപ്പം ഇത് എല്ലായിടത്തേക്കും പാസ് ചെയ്യും. ഇതിങ്ങനെ സ്റ്റാൻഡ് കണ്ട, ഇതിൻ്റെ സ്റ്റാൻഡ് കണ്ട, ഇതിവിടെ വന്നിട്ട് ഇതിങ്ങനെ ഇവിടെ വന്ന് ഇതിങ്ങനെ നിൽക്കണേണ്. നോക്കിക്കേ, ഈ ഒരു സ്റ്റാൻഡിലാണ് ഈ മെഷീൻ നിൽക്കുന്നത്. അത് മാത്രമല്ല മെഷീൻ പറയുകയും ചെയ്ത് അപ്പാണെന്നുള്ളത്, അപ്പാക്കി വെച്ചേക്കണേന്നുള്ളത്. അപ്പം നമുക്കിതിങ്ങനെ താഴ്ത്തി കൊടുക്കാം. താഴ്ത്തുമ്പോഴും അതെ വളരെ സൂക്ഷിച്ച് താഴ്ത്തണോട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്. വളരെ ഉപകാരപ്രദമുള്ള മെഷീനാണ് കേട്ടോ ഇത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം കണ്ട, ഇത് നമ്മൾ മുട്ട് വെച്ചിട്ട് പൊക്കുന്നതാണ്. ഇങ്ങനെ മുട്ട് വെച്ചിട്ട് നമ്മൾ പൊക്കുമ്പോൾ നോക്കിക്കേ, ഇതേപോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. കണ്ട, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പൊങ്ങി നിൽക്കും. അതേപോലെ ഇത് കണ്ട, ഇത് ഫ്രണ്ടിലേക്ക് നമ്മൾ ചവിട്ട്, ബാക്കിലേക്ക് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നൂല് കട്ട് ചെയ്ത് വരെയും ചെയ്യും. അതാണ് ഈ മെഷീനിൻ്റെ പ്രത്യേകത. ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഇതുകൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നല്ലവണ്ണം സ്റ്റിച്ച് അമർത്തി ഉപയോഗിക്കാനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മെഷീനാണ്. സ്റ്റിച്ച് ഇങ്ങനെ പതിഞ്ഞിരിക്കും. സാധാരണ മെഷീനിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ പതിഞ്ഞിരിക്കില്ല. പിന്നെ ഇതിൽ ബനിയന് എല്ലാ തരം മെറ്റീരിയൽ തയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ പല സൂചികളും നമുക്ക് മാറ്റിയിടാം കേട്ടോ, പല ടൈപ്പിലുള്ള. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ കയ്യിലേക്ക് സൂചി കയറാതിരിക്കാനായിട്ടാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അയച്ച് മാറ്റാം കേട്ടോ. ഇത് ചിലർക്ക് കംഫർട്ടായിരിക്കില്ല, സൂചിയിൽ നൂല് കോർക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ അയച്ച് മാറ്റിയാൽ സാധാരണ പോലെയും വരും. നമുക്ക് ഇടണം എന്നുണ്ടെങ്കിലും സുഖമാണ് കേട്ടോ, ഇടാനും എളുപ്പമാണ്. അപ്പം എല്ലാം ഞാൻ വിശദീകരിച്ച് പറഞ്ഞെന്ന് വിശ്വസിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മൾ സ്റ്റിച്ച് ഉണ്ടല്ലോ ചേഞ്ച് ചെയ്ത് കൊടുക്കണതാണ്. അപ്പം അതിനായിട്ട് നമ്മളിത് നോക്കിക്കേ, ഇത് ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ ഇതിങ്ങനെ തിരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തിരിയൂല. നോക്കിക്കേ, അനങ്ങൂല. ഇങ്ങോട്ട് അനങ്ങും, ഇങ്ങോട്ട് അനങ്ങൂല. നോക്കിക്കേ, നേരെ മറിച്ച് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ അനങ്ങിക്കോളും. പിന്നെ ഇത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് കെട്ടിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഈ മെഷീൻ. പിന്നെ നമുക്കിവിടെ ചെറിയ ബോബിനുകളും എല്ലാം വെച്ച് കൊടുക്കാം. നൂല് കുറച്ചേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ, എന്നാലും യൂസ്ഫുള്ളായിട്ട് മെഷീനാണ്. വളരെ സ്പീഡാണ്. നമുക്ക് തയ്ക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എണീക്കാനും തോന്നില്ല, അത്രയും നല്ല മെഷീനാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒരു ബുഷുണ്ട്. ആ ബുഷ് നമ്മൾ കുറച്ച് നാളായി തയ്ച്ച് കഴിയുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ആ ബുഷ് ഇത് നമ്മൾ പൊക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ ബുഷ് നമുക്ക് മേടിച്ചിടാനും പറ്റും. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഇതിൻ്റെ ജാക്ക് A4 വന്നിരുന്നത് 21 രൂപയായിരുന്നു ആദ്യം മേടിച്ചത്. ഇപ്പം 26, 27 പറയുന്നുണ്ട്. ഇത് ജാക്ക് A2B ആണ്. എനിക്കിത് മേടിച്ചപ്പോൾ 30 രൂപ അടുക്കുകയായിരുന്നു. അപ്പം പലതിനും പല റേറ്റ് ഉണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ത്രെഡ് കെട്ടിട്ട് കൊടുക്കുന്ന മെഷീനും ഉണ്ട്, പിന്നെ കട്ട് ചെയ്ത് വരുന്ന മെഷീനുണ്ട്. അതിനൊന്നും കൂടി റേറ്റ് മാറും കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.